ഹലോ ഇതിപ്പോൾ എങ്ങനെയാണെന്നല്ലേ എങ്ങോട്ടുമല്ല നമുക്ക് കുറച്ച് കപ്പ ഇരിക്കുന്നുണ്ട്. അപ്പം മീൻകറി വെക്കാൻ വേണ്ടി മീൻ വാങ്ങിക്കാൻ പോണ വഴിയാണ്. എന്നാൽ പിന്നെ എന്തായാലും പോവുമല്ലേ, നമ്മുടെ ഇന്ത്യൻ സ്ട്രീറ്റിൽ തന്നെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത ഇന്ത്യൻ സ്ട്രീറ്റ് വെംബ്ലിയാണ്. ഇവിടുത്തെ കുറച്ച് കടകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണെന്നുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ വന്ന് അതേ ഒരു ഫീൽ കിട്ടും. ഇതാണ് നമ്മുടെ മീൻ കട. ഇവിടെ നിന്ന് നിറച്ച് മീൻ വാങ്ങിച്ചു. ഇതേ നമ്മുടെ കുക്കിംഗ് അസിസ്റ്റൻ്റ് എൻ്റെ മാങ്ങയൊക്കെ തീർത്തു. നമ്മുടെ മീൻ ഹലോ മതി ഉറങ്ങിയത്, വാ നമുക്ക് ചട്ടി കയറണ്ടേ. ചട്ടി വെച്ചു, ഉലുവ പൊട്ടിച്ചു, ജിഞ്ചർ ഗാർലിക് ഇട്ടു, അതിനകത്ത് അരപ്പിനുള്ള തേങ്ങ, കുഞ്ഞുള്ളി കുറവായതുകൊണ്ട് കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചെടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ വേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ പച്ചമുളകും. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം മീനിട്ടാൽ പിന്നെ ഇളക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് മീനിട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് തിളച്ച് ഒന്ന് പൊങ്ങി അതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. മീൻകറി സെറ്റ്. ഇനി നമ്മുടെ കപ്പ, വേവിച്ചെടുത്ത കപ്പയിലേക്ക് തേങ്ങ, ജീരകം, ഉള്ളി, പച്ചമുളക്, വേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പയും സെറ്റ്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് ചമ്മന്തിയും വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് തിന്നാണ്ടല്ലോ, എൻ്റെ പൊന്നേ ഒരു രക്ഷയില്ല കേട്ടോ. ശരി, എന്നാൽ ബൈ.